TV, a unique experience for the whole world. ക്രൂശിലായെനിക്കായി മരിച്ചവനേ, ക്രൂശിനെ എനിക്കായി ജയിച്ചവനേ, കാരിരും വാണിയാൽ മുറിഞ്ഞവനേ, ചാട്ടവാറിനടിയാൽ തളർന്നവനേ, യേശുവേ നീ എത്ര സഹിച്ചു, എൻ പാപങ്ങൾക്കായി നീ ക്രൂശിൽ മരിച്ചു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോയമ്പുകാല ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ, നോയമ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു തിരിച്ചുപോക്കിൻ്റെതായ കാലഘട്ടമാണ് നോയമ്പ് എന്ന് പറയുന്നത്. നാം ആയിരിക്കുന്നതായ അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ടതായ അവസ്ഥയിലേക്കുള്ള തിരിച്ചുപോക്കിനാണ് നാം നോയമ്പ് എന്ന് പറയുന്നത്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ളതായ കടന്നുവരവാണ് നോയമ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കറിയാം യെശയ്യാ 9:2 ഇങ്ങനെ പറയുന്നു: അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായ പ്രകാശം കണ്ടു, കൂരിട്ടിൽ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേലെ പ്രകാശം ഉദിച്ചുവെന്ന്. യെശയ്യാ പ്രവാചകന്റെ പ്രവചനം പൂർത്തിയാക്കിക്കൊണ്ട് നമ്മുടെ ഇടയിലേക്ക് പ്രകാശമായി കടന്നു വന്നവനിലേക്ക് നോക്കുവാനുള്ളതായ വിളിയാണ് നോയമ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ധൂർത്തപുത്രന്റെ ഉപമയിൽ അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അന്ധകാരത്തിലേക്ക് കടന്നുപോയ ആ ധൂർത്തപുത്രൻ പ്രകാശത്തിന്റെ പാതയിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചുകൊണ്ട് ദൈവത്തോടൊത്തായിരിക്കുവാനും ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുവാനും വേണ്ടിയിട്ടാണ് അവനെ വിളിച്ചത്. സഭയുടെ മതബോധന ഗ്രന്ഥം CCC 356 നമ്മെ ഓർമ്മിപ്പിക്കുന്നത്: ദൃശ്യമായ സർവ്വ സൃഷ്ടികളുടെയും ഇടയിൽ തന്റെ സൃഷ്ടാവിനെ അറിയുവാനും സ്നേഹിക്കുവാനും കഴിവുള്ളവൻ മനുഷ്യൻ മാത്രമാണ്. ലോക സൃഷ്ടിയിൽ മനുഷ്യനെ മാത്രമാണ് ദൈവം അവന് വേണ്ടി സൃഷ്ടിച്ചത്. ജ്ഞാനവും സ്നേഹവും വഴി ദൈവത്തിന്റെ ജീവനിൽ പങ്കുചേരുവാൻ വിളിക്കപ്പെട്ടത് മനുഷ്യൻ മാത്രമാണ്. എന്നാൽ തൻ്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാതെ നുണയനും നുണയുടെ പിതാവുമായ സാത്താന്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് മനുഷ്യൻ പാപത്തിന്റെ അടിമയായി തീരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പാപം മൂലം അവന്റെ ജീവിതത്തിൽ അവനിലെ ദൈവകൃപ നഷ്ടമാകുന്നതായ അവസ്ഥകൾ അവന്റെ ജീവിതത്തിലുണ്ടാകുന്നു. ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും അവനിൽ നഷ്ടമാക്കിക്കൊണ്ട് അവനിലേക്ക് ഭയം കടന്നു വരുന്നതായ അവസ്ഥകൾ നാം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അതുവരെ നഗ്നത എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത അവനിലേക്ക് നഗ്നതയുടേതായ ഒരു ബോധ്യം കടന്നു വരുന്നതായിട്ട് നമുക്ക് ഈ അവസരത്തിൽ കാണുവാനായിട്ട് സാധിക്കും. പാപാവസ്ഥയിലായിരിക്കും നമ്മുടെയൊക്കെയും ജീവിതത്തിലേക്കും ഇതൊക്കെയാണ് കടന്നു വരുന്നത്. നമുക്കറിയാം സൃഷ്ട പ്രപഞ്ചത്തിലേക്ക് പാപത്തിൻ്റെതായ ജീർണത കടന്നു വന്നപ്പോൾ മനുഷ്യനിലേക്ക് മരണം ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് അവനെ മരണം കീഴടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അവന്റെ സ്വാതന്ത്ര്യത്തിൽ ഒരിക്കലും ദൈവം കൈ കടത്തുന്നില്ല എന്ന് നമുക്ക് സാധിക്കും. അതാണ് നാം നിയമാവർത്തനം 30:15 നാം കാണുന്നു: ഇതാ ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും മരണവും നന്മയും തിന്മയും വെച്ചിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തുകൊള്ളാമെന്ന് ദൈവം മനുഷ്യനോട് അരുളി ചെയ്യുന്ന ആ വചനമാണ് നിയമാവർത്തന പുസ്തകത്തിൽ നാം കാണുന്നത്. നമുക്കറിയാം അതാണ് ദൈവം കായേനോട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി 4:7 നാം ഇങ്ങനെ കാണുന്നു: ഉചിതമായി ഇത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്റെ പടിവാതിക്കൽ തന്നെ പതിയിരിപ്പുണ്ട്, ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. പാപത്തെ കീഴടക്കാൻ പറ്റാത്തതായ മനുഷ്യന്റെ അവസ്ഥയാണ് അവന്റെ സർവനാശത്തിനും കാരണം. ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ പറ്റാതെ പോകുന്നതായ അവന്റെ ജീവിത അവസ്ഥയാണ് അവന്റെ സർവനാശത്തിനും കാരണമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് ഇന്ന് മനുഷ്യന്റെ സർവനാശത്തിന്റെയും കാരണമായി തീരുന്നത്. ദൈവത്തെ അവഗണിച്ചതായ കായേൻ, നമുക്കറിയാം അവന്റെ കോപത്തിലൂടെ ആബേലിനെ വധിക്കുന്നതായിട്ടും അവന്റെ കോപം സഹോദരന്റെ കൊലയിൽ അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പാപത്തിൽ നിന്ന് നാം ഓടിയകലണമെങ്കിൽ നാം പാപത്തെ തിരിച്ചറിയുന്നവരാകണം. നമുക്കറിയാം ഇന്ന് ലോകം നന്മ തിന്മകളെ തിരിച്ചറിയാൻ പറ്റാത്തതായ ഒരു ജീവിത അവസ്ഥയിലാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് യുവാക്കള് തിന്മയുടേതായ ആധിപത്യത്തിൽ കടന്നു പോകുന്നതായ അവസ്ഥയാണ്. ഇച്ഛിക്കാത്ത നന്മ ചെയ്യുവാൻ പറ്റാതെ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നതായ ഒരു ലോകമാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ അഗസ്തീനോസ് ഇങ്ങനെ പറയുന്നുണ്ട്: തിന്മ എവിടെ നിന്ന് വരുന്നുവെന്ന് ഞാൻ അന്വേഷിച്ചു, ഒരു ഉത്തരവും എനിക്ക് കിട്ടിയില്ല. തൻ്റെ വേദനാജനകമായ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചത്
അദ്ദേഹം ദൈവത്തിലേക്ക് തിരിഞ്ഞപ്പോഴാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തൻ്റെ പാപാവസ്ഥയിലായിരുന്ന അഗസ്തീനോസിന് പാപം എവിടെ നിന്ന് വരുന്നതെന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ദൈവത്തിലേക്ക് നോക്കിയപ്പോൾ ആ പാപം ഇവിടെ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കുവാനും ആ പാപത്തിൽ നിന്ന് ഓടിയകലുവാനും വിശുദ്ധ അഗസ്തീനോസ് സാധിച്ചു എന്നാണ് അഗസ്തീനോസിന്റെ ജീവചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നാം ധൂർത്തപുത്രനെ പോലെ പാപത്തെ വിട്ടപേക്ഷിച്ച് പാപത്തെയും പാപ സാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിച്ചുകൊണ്ട് പ്രകാശത്തിൻ്റെതായ ആ ദൈവിക പ്രകാശത്തിലേക്ക് കടന്നു വരുന്നതായ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നാം ആയിരിക്കുന്നതായ അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ടതായ അവസ്ഥകൾ എന്തെന്ന് നമുക്ക് ബോധ്യമുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ പാപാവസ്ഥയെ വേവിച്ചറിയുവാനും പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും തിരികെ വരുവാനുമായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നാം ദൈവവചനത്തെ ധ്യാനിക്കുന്നവരും വായിക്കുന്നവരും പഠിക്കുന്നവരും ഒക്കെയും ആയിത്തീരണം. ദൈവവചനം നമ്മെ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മെ വിശുദ്ധീകരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ടുള്ളത് നമുക്ക് കൽപ്പനകൾ പാലിക്കുന്നവരായിത്തീരണം. നമ്മുടെ പാപത്തെ തിരിച്ചറിയുവാനുള്ളതായ ഏറ്റവും ഉത്തമമായ ഒരു ചെക്ക് ലിസ്റ്റാണ് 10 കൽപ്പനകൾ എന്നുള്ളത്. 10 കൽപ്പനകളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപ അവസ്ഥകളെ ഏതൊക്കെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. CCC 2072 ഇങ്ങനെ പറയുന്നുണ്ട്: മനുഷ്യനെ ദൈവത്തോടും അയൽക്കാരനോടുമുള്ള കടമ വ്യക്തമാക്കുന്നു എന്ന്. എന്നാൽ ഏതാണ് 10 കൽപ്പനകൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തോടും മനുഷ്യനോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് നമുക്ക് കൂടുതലായിട്ട് അവിടുത്തെ ബോധ്യം നൽകുന്നത്. നാലാമതായിട്ട് തിരുസഭയുടെ കൽപ്പനകളും പ്രബോധനങ്ങളും നാം പാലിക്കുന്നവരായി തീരണം. അറിയുന്നവരായി തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് പാപ സാഹചര്യങ്ങളെ വെറുത്തുപേക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നാം പ്രാർത്ഥിക്കുന്ന മക്കളായി തീരണം. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകള്, കുടുംബ പ്രാർത്ഥനകള്, കൂട്ടായ്മകള്, ദേവാലയത്തോട് ചേർന്നുള്ളതായ പ്രാർത്ഥനകളിലൊക്കെയും കുദാശകളിലൊക്കെയും നാം കൂടെ ആയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ പാപ സാഹചര്യങ്ങളെ മനസ്സിലാക്കുവാനും പാപ സാഹചര്യങ്ങളെ വെറുത്തുപേക്ഷിക്കുവാനും സാധിക്കുകയുള്ളൂ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, പാപത്തിൽ ആയിരിക്കുന്ന ആ ഒരു മനുഷ്യന്റെ അവസ്ഥ, അവന്റെ ജീവിതത്തിലെ പലവിധമായ അവസ്ഥയിലൂടെ അവൻ കടന്നു പോകുന്നതായ സാഹചര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഒന്നാമതായിട്ട് അവന്റെ ജീവിതത്തിലെ ബന്ധങ്ങളുടെ തകർച്ചയാണ് ആദ്യമായിട്ടുണ്ടാകുന്നത്. അവനെ തന്നെയും സഹോദരനെയും സ്നേഹിക്കാൻ പറ്റാതെ പോകുന്നതായ ഒരു ജീവിതാവസ്ഥ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. രണ്ടാമതായിട്ട് ആത്മീയമായ മരണം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അവൻ എന്തെല്ലാം പ്രാർത്ഥനയിൽ ചെയ്താലും, എന്തെല്ലാം ഉദാശകളെ സ്വീകരിച്ചാലും, എന്തെല്ലാം സൽപ്രവർത്തികൾ ചെയ്താലും അവൻ്റെ ആത്മാവിനെ അവനെ വളർത്തുവാനായിട്ട്, എൻ്റെ ആത്മീയ ഒരു വളർച്ചയിൽ ആയിരിക്കുവാനായിട്ട് അവന് സാധിക്കുകയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് അവിടുത്തെ ഹൃദയ കാഠിന്യത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. താനായിരിക്കുന്നതായ പാപാവസ്ഥകളെ തിരിച്ചറിയുവാനോ ആ പാപത്തിൽ നിന്ന് തിരിച്ചു വരുവാനോ ഉള്ളതായ ഒരു ബോധ്യം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഹൃദയ കാഠിന്യം അവനിൽ സൃഷ്ടിക്കുന്നത്. നാലാമത് അവനിൽ രോഗ അവസ്ഥയാണ്. എൻ്റെ മനസ്സിനെയും ശരീരത്തെയും രോഗാവസ്ഥയിലേക്ക് തള്ളിവിടുന്നതായ ഒരു ജീവിത സാഹചര്യം പാപാവസ്ഥയിലൂടെ അവനിൽ ഉണ്ടാകുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അഞ്ചാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന അവന് സാത്താന്റെ അടിമത്തത്തിൽ കഴിയുന്നത് ഒരു ജീവിതാവസ്ഥ. സാത്താന്റെ തിന്മയുടെ ആധിപത്യത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് തിന്മയെ മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് ജീവിക്കുന്ന ആ ഒരു അവസ്ഥ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് അവന് നിത്യനാശം അല്ലെങ്കിൽ നിത്യനരകാഗ്നിയിലേക്ക് അവൻ്റെ ആത്മാവ് പതിക്കുന്ന ആ ഒരു ജീവിതാവസ്ഥ അവനിലുണ്ടാകുന്നു. അവനൊരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ഒരു പാപ അവസ്ഥയിൽ അവൻ വീണു പോകുന്നതായ സാഹചര്യം അവനിലുണ്ടാകുന്നു. അതാണ് പാപ അവസ്ഥയിൽ തുടരുന്നതായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ നോയമ്പുകാലം ഇതിൽ നിന്നൊക്കെയുമുള്ള ഒരു തിരിച്ചുവരവിൻ്റെതായ ഒരു കാലഘട്ടമാണ്. നാം ആയിരിക്കുന്നതായ അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ടതായ അവസ്ഥയിലേക്കുള്ളതായ തിരിച്ചുവരവാണ് ഈ നോയമ്പ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മുടെ പാപ അവസ്ഥകളെ വിട്ടുപേക്ഷിച്ചുകൊണ്ട്, പാപ സാഹചര്യങ്ങളെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ തിരുരക്തത്താല് നമ്മുടെ പാപക്കറകളെ കഴുകി വിശുദ്ധീകരിക്കുവാനായിട്ട് അവന്റെ കുരിശിലേക്ക് നമ്മെയും നമ്മുടെ പാപ അവസ്ഥകളെയും അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആയിരിക്കാം. കുരിശിലെ അവന്റെ വലിയുടെ യോഗ്യതയാല് നമ്മുടെ പാപ അവസ്ഥകളെ, നമ്മുടെ കുറവുകളെ ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ തിരുരക്തത്താല് നമ്മയൊക്കെയും കഴുകി വിശുദ്ധീകരിക്കുവാനായിട്ട് നമ്മെ തന്നെ അവിടുത്തെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ ബർണാഡ് പറയുന്നു, ആത്മാർത്ഥമായ പശ്ചാത്താപം പാപത്തിന്റെ സാഹചര്യങ്ങളെ ഒഴിവാക്കുന്നുവെന്ന്. നമുക്കറിയാം, നാം കുമ്പസാരിക്കുമ്പോൾ നാം ചെയ്തു പോയ പാപങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നതായ ഒരു സാഹചര്യമാണ് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഒരിക്കലും നാം ചെയ്ത പാപങ്ങളെ, കുമ്പസാരിച്ച പാപങ്ങളെ ഉപേക്ഷിക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് കഴിയാൻ പറ്റാത്തതായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അവൻ്റെ മനസ്താപം ഉത്തമമാണെങ്കിൽ ആ പാപത്തെ വിട്ടുപേക്ഷിക്കുവാനായിട്ട് അവൻ സാധിക്കണം. അതാണ് വിശുദ്ധ ബർണാഡ് പറയുന്നത്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്,
തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവത്തോടൊപ്പം പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്ന്. ദൈവം തൻ്റെ പാപങ്ങളുടെ മേൽ കുറ്റം ചുമത്തുന്നു, നീയും അവയുടെ മേൽ കുറ്റം ചുമത്തുക എന്ന്. നമ്മുടെ പാപങ്ങളുടെ മേൽ ദൈവം കുറ്റം ചുമത്തിക്കൊണ്ട് നമ്മൾ നകറ്റുമ്പോൾ നാമും നമ്മുടെ പാപങ്ങളുടെ മേലെ കുറ്റം ചുമത്തി പാപ സാഹചര്യങ്ങളിൽ നാമും ഓടി അകന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ പാപ സാഹചര്യങ്ങൾ വിരുത്തുപേക്ഷിച്ചുകൊണ്ട് അവിടുത്തെ പിഴാസഹനത്തിലൂടെ കുരിശുമരണത്തിലൂടെ രക്ഷ നേടിത്തന്നതായ ആ കർത്താവിൻ്റെ കുരിശോട് ചേർത്തുകൊണ്ട് നമ്മുടെ പാപ അവസ്ഥകളെയും ബലഹീനതകളെയും കുറവുകളെയും ഒക്കെ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് അവിടുത്തെ തിരുസന്നിധിയിൽ ആയിരിക്കാം, പ്രാർത്ഥിക്കാം. ഈ നോയമ്പ് കാലം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കുറവുകളും അനുഗ്രഹങ്ങളും നിറയുവാൻ നമ്മയൊക്കെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. Mars Riva TV, a unique experience for the whole world.